ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശാഖ നമ്പർ 4679 നെട്ടൂർ നോർത്ത് കുമാരപുരം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നെട്ടൂർ കുമാരപുരം കാവടി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന വർണ്ണശബളമായ കാവടി ഘോഷയാത്ര നെട്ടൂർ അറക്കൽ ശ്രീ മഹാകാളി ക്ഷേത്ര സമീപം ശ്രീ മോതിരപ്പള്ളി വേണുഗോപാൽ അവരുടെ വസതിയിൽ നിന്നും വിവിധ വാദ്യമേളങ്ങൾ, കലാരൂപങ്ങൾ എന്നിവ കൂടി ആരംഭിച്ചു. സംഗീത സാന്ദ്രമായ വാദ്യ ഉപകരണങ്ങൾ കാണികൾക്ക് ഒരു ആഘോഷമായിരുന്നു. കാവടി ഘോഷയാത്രയ്ക്ക് മികവാർന്ന വിവിധയിനം പൂക്കാവടി, ആട്ടക്കാവടി, അമ്മങ്കുടം, ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, പമ്പമേളം, ചിന്തുമേളം, നാടൻ കലാരൂപങ്ങൾ, താലം, തേര് എന്നിവയുടെ അകമ്പടിയോടുകൂടി തിരുനെട്ടൂരിൻ്റെ രാജവീതിയിലൂടെ കടന്ന് ശ്രീ കുമാരപുരം സുബ്രഹ്മണ്യ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. ശ്രീ അനിൽലാൽ കൈതവേലിക്കകത്ത് കൺവീനറായും, മിഥുൻ പങ്കജാക്ഷൻ ഇടക്കാട്ടിൽ ജോയിന്റ് കൺവീനറായും, അനന്തു സന്തോഷ് കാട്ടയിൽ ട്രഷററായും നേതൃത്വം നൽകിയ കാവടി സംഘത്തിൻ്റെ ഒരു കൂട്ടം യുവാക്കളാണ് ഘോഷയാത്രയെ നയിച്ചത്. കാവടി ഘോഷയാത്രയെ അനുഗമിക്കുവാൻ നൂറുകണക്കിന് ആസ്വാദകരാണ് തെരുവീതിയിൽ കാത്തുനിന്നത്. 4679 നെട്ടൂർ കുമാരപുരം SNDP ശാഖയുടെ നേതൃത്വത്തിൽ കുമാരപുരം കാവടി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വർണ്ണശബളമായ കാവടി ഘോഷയാത്രയാണ്. അറക്കൽ മഹാകാളി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് മോതിരപ്പള്ളി വേണുവിൻ്റെ വസതിയിൽ നിന്നും വൈകിട്ട് 5 മണിക്ക് നമ്മളുടെ വർണ്ണശബളമായ കാവടി ഘോഷയാത്ര MLA റോഡിലൂടെ കയറി റെയിൽവേ ക്രോസ് ചെയ്തു, SN ജംഗ്ഷൻ കട്ട് ചെയ്ത് നേരെ ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ പാട്ടൂരക്കൽ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയും കടന്നുപോയി കല്ലാത്തപ്പൻ്റെ മുന്നിൽ തിരിതെളിച്ച് ഭഗവത് സന്നിധിയിലെത്തിച്ച് കൃത്യം ഒരു 9 മണിക്ക് മുരുകൻ്റെ കുമരപുരത്തപ്പൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുന്നതാണ്. ഇന്നേ വരെ വരാത്ത ഒരു ഗരുഡൻ പറവ, പിന്നെ കൃഷ്ണാട്ടം, മയിലാട്ടം മുൻ വർഷങ്ങളിൽ നിങ്ങൾ കണ്ടതാണെങ്കിൽ തന്നെ അത് മയിലിൻ്റെ വ്യത്യസ്ത രൂപമാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. പൊയ്ക്കാലിൽ ആടുന്ന മയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നാണെങ്കിലും ഈ മുരുകൻ്റെ രൂപം വ്യത്യസ്തമാണ്. കൂടാതെ ഈ കൃഷ്ണാട്ടമുണ്ട്, പിന്നെ ഗരുഡൻ പറവ. വടക്കൻ മേഖലയിലുള്ളൊരു കലാരൂപമാണ് ഈ തിറ തെയ്യം എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ പ്രാവശ്യം വളരെ നല്ല രീതിയിൽ തിറ കലാകാരന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. 6 തിറ ആട്ടക്കാരും മേളക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. അതുകൂടാതെ ഈ പ്രാവശ്യം അരയന്ന നൃത്തം, അതുപോലെ തന്നെ മയിൽ കലാകാരനോട് ഈ മയിലാട്ടത്തിന് തന്നെ ഒരു വ്യത്യാസമുണ്ട്. കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന മയിലല്ല ഈ പ്രാവശ്യം കൊണ്ടുവന്നത്. ഭഗവാന്റെ രൂപത്തിന് തന്നെ മാറ്റമുണ്ട്. മുൻകാലത്തിൽ കൊണ്ടുവന്ന പോലെയല്ല ഈ പ്രാവശ്യം വന്നേക്കുന്നത്. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ തിറ. നെട്ടൂർ കോളനി ഭാഗത്തുനിന്ന് ഇതുപോലെ ഒരു കാവടി ഘോഷയാത്ര ആദ്യമായാണ് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഈ പരിസരത്തുള്ള ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും നല്ലൊരു സഹായ സഹകരണങ്ങൾ ഉണ്ടായതിൽ ഞാൻ ഈ പ്രദേശവാസികളോടും ജാതിമത ഭേദമന്യേ എല്ലാവരോടും നന്ദി പറയുന്നു. വളരെ ഭംഗിയായൊരു കാവടി ഘോഷയാത്ര നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചതിൽ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.